നിലമ്പൂരിൽ പ്രചരണം അവസാന ലാപ്പിലേക്ക് നീങ്ങുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ രംഗത്തുണ്ട്. പ്രശാന്ത് വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മൂന്ന് മുന്നണികളുടെയും പ്രധാന നേതാക്കളടക്കം മണ്ഡലത്തിൽ അവസാന ലാപ്പിൽ സജീവമാവുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ ആയി മുന്നണികൾ രംഗത്തുണ്ട്. എത്രത്തോളം സജീവമാണ്, അല്ലെങ്കിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ് മുന്നണികളും നേതാക്കളും ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ? അമ്പിളി, തികഞ്ഞ ആത്മവിശ്വാസമാണ് മൂന്ന് മുന്നണികളും ഒപ്പം തന്നെ അൻവറുമെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾ ജയിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിനാവശ്യമായ നിലവിലെ സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ്. ശക്തമായ പ്രചരണം മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. സർക്കാരിനെതിരായ വികാരം മണ്ഡലത്തിലുടനീളമുണ്ട് എന്നുള്ളതാണ് NDAയും ഒപ്പം തന്നെ UDF വ്യക്തമാക്കുന്നത്. PV അൻവറും അത് തന്നെ വ്യക്തമാക്കുന്നു. മറുവശത്ത് വികസനത്തിന് വോട്ട് കിട്ടും, ഒപ്പം തന്നെ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വോട്ടാകുമെന്ന് LDFും കരുതുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ നമ്മൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ DD സതീശിൻ്റെ ഒപ്പം തന്നെ MD രമേശിൻ്റെയൊക്കെ തന്നെ വാക്കുകൾ കേട്ടതാണ്. മുഖ്യമന്ത്രി സമാനമായ ചില നിലപാടുകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 2 യോഗങ്ങൾ ഇന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി 3 ദിവസമാണ് നിലവിൽ മണ്ഡലത്തിലുള്ളത്. ഈ 3 ദിവസങ്ങളിലും അദ്ദേഹം പ്രധാന സ്ഥലങ്ങളിൽ തന്നെ യോഗങ്ങളിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴാണ് UDFന് തങ്ങളുടെ ഈ അജണ്ട മാറിപ്പോകുന്നു, കൃത്യമായി CPM ഇത് വഴിതിരിച്ചു വിടുകയാണെന്ന് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. സ്വാഭാവികമായും ഈ 2 ദിവസമായി നിലവിൽ ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത് UDFിൻ്റെ ചങ്ങാത്തവും ഒപ്പം തന്നെ PDP പിന്തുണ LDF നേടിയതും ഒക്കെ തന്നെയാണ്. ഇത് വലിയ രീതിയിൽ ഈ രണ്ട് മുന്നണികൾക്കുമെതിരെ NDA BJP അതിശക്തമായി വിമർശനം ഉന്നയിക്കുന്നു. PDPയുടെ നിലപാടുകൾ മാറിയിട്ടുണ്ട്. PDP ഇപ്പോൾ മറ്റു തരത്തിലേക്ക് നിലപാടുകൾ എടുത്തു. അതുകൊണ്ട് തങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ പറയുന്നു. അങ്ങനെ ME ഗോവിന്ദൻ പറയുമ്പോൾ എന്ത് തരത്തിലാണ് PDPയുടെ നിലപാടുകൾ മാറിയത്? കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, ഒപ്പം തന്നെ തടിയണ്ടവിടെ നസീറിൻ്റെ കാര്യത്തിലുള്ള നിലപാടുകൾ, ഇതിനൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് CPM വ്യക്തമാക്കണം. മാത്രമല്ല, മദനിയെ പിടികൂടാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഇടതുപക്ഷ സർക്കാരാണ്. അന്ന് അവർ ഇത് വലിയ രീതിയിൽ സർക്കാർ വാർത്താക്കുറിപ്പിലടക്കം ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ട്, ഇക്കാര്യങ്ങൾ CPM നേതൃത്വം വിശദീകരിക്കണം എന്നുള്ളതാണ് NDA പറയുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു. പക്ഷേ വളരെ കൃത്യമായൊരു സൂചന കൂടി BJP കോൺഗ്രസിന് നൽകുന്നുണ്ട്. അതായത് ഇതാണ് നിലപാടെങ്കിൽ ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. കാരണം പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നിലപാട് മുന്നോട്ട് വയ്ക്കാതെ ആ സംഭവത്തെ അപലപിക്കാത്ത ഏക സംവിധാനം ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അത്തരമൊരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസ് നേടുമ്പോൾ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. അതായത് പ്രതിപക്ഷ നേതാവിനുള്ള നിലപാട് തന്നെയാണോ നിലവിൽ ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിനുള്ളത് എന്നുള്ളത് വ്യക്തമാക്കണമെന്നാണ് NDA വ്യക്തമാക്കുന്നത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ് പറയുന്നത് അത് തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതേ നിലപാടുമായി മുന്നോട്ട് പോകാൻ രാജ്യം മുഴുവൻ ഇക്കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള പ്രചരണത്തിലേക്ക് BJP പോകുന്നത്. അത് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് BJP ഉദ്ദേശിക്കുന്നത്. മറുവശത്ത് മുഖ്യമന്ത്രി അടക്കം നേതൃത്വം നൽകിക്കൊണ്ട് വലിയ വർഗീയ ധ്രുവീകരണത്തിന് മണ്ഡലത്തിൽ ശ്രമം നടക്കുന്നു. പച്ചയായ വർഗീയ നിലയിൽ പറയുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മാത്രമല്ല, ഈ പെഹൽഗാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ആ പാർട്ടിയോട് പോയി ചോദിക്കൂ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തങ്ങൾക്കറിയില്ല. തെരഞ്ഞെടുപ്പിൽ നിലവിൽ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. തങ്ങൾക്ക് പിന്തുണ നൽകാൻ വെൽഫെയർ പാർട്ടി തീരുമാനിച്ചു, അത് സ്വീകരിക്കുന്നു. അതിന് കൂട്ടായെടുത്ത തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മറുവശത്ത് ഇതിന് മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ട്. കാരണം ലീഗ് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടും അവരുടെ പത്രത്തിൻ്റെ മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വിട്ടുനിന്നതാണ്. ആ വിട്ടുനിന്ന നിലപാട് എന്തുകൊണ്ട് ലീഗ് ഇപ്പോൾ തിരുത്തുന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ലീഗ് നേതൃത്വം പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. കോൺഗ്രസിന് ലീഗ് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് കൂടി മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ കൃത്യമായി UDFിൻ്റെ അകത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭിന്നത ഉണ്ടാക്കുക എന്നുകൂടി മുഖ്യമന്ത്രി വരുന്നു. മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. M സ്വരാജിനെ കാത്ത വലിയ പദവികൾ അല്ലെങ്കിൽ മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലമ്പൂരുകാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തെ അങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് അയക്കൂ, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു മുഖ്യമന്ത്രി പറയുമ്പോൾ കൃത്യമായി മറ്റ് ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. അതില്ലെങ്കിൽ അത്തരത്തിൽ ചർച്ച സ്വരാജ് വന്നാൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിലേക്ക് കൂടി ചർച്ച വഴിതിരിച്ചുള്ള കൃത്യമായ നീക്കം CPMൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന അജണ്ട ആയിരിക്കില്ല മുഖ്യമന്ത്രി വരുമ്പോഴേക്കും ഉണ്ടാകുക. കാരണം വളരെ കൃത്യമായി രാഷ്ട്രീയ ചർച്ചകൾ മാറ്റിമറിക്കാൻ കഴിയുന്നൊരു നേതാവാണ് മുഖ്യമന്ത്രി. അതിന് തന്നെ അദ്ദേഹം തുടക്കമിട്ടിരിക്കുന്നു. ഇനി മണ്ഡലത്തിൽ വരുന്ന ചർച്ചകൾ ഇപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ സ്വരാജിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം, സ്വരാജ് ജയിച്ചാൽ എന്താകും തുടങ്ങിയ കാര്യങ്ങൾ
കാര്യങ്ങളിലേക്ക് കൂടി ചർച്ച വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. മറ്റൊന്ന് പി വി അൻവറാണ്. പി വി അൻവറിനെ സംബന്ധിച്ച് പി വി അൻവർ വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ സ്ഥലത്തും എത്തിയ ഒരു പ്രചരണം എന്ന നിലയില്ല. കൃത്യമായി അദ്ദേഹത്തിൻ്റെ പോക്കറ്റുകൾ, അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള മേഖലകൾ, ആ മേഖലകൾ കൃത്യമായി കണ്ടെത്തി അവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ മത സാമുദായിക നേതാക്കളെ കണ്ട് അവരുടെ പിന്തുണ ഉറപ്പാക്കുന്നു. മലയോര മേഖലയിലെ വിഷയങ്ങൾ കൃത്യമായി ഇടപെടുന്നു. കടവ ഇറങ്ങുന്ന സ്ഥലങ്ങൾ, പുലി ഇറങ്ങുന്ന സ്ഥലങ്ങൾ, ആ മേഖലകളിൽ ജനങ്ങളുടെ ആശങ്കകൾ, ആ വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ LDFിന് UDFിനെ അതിശക്തമായ പ്രചരണവുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ആവേശത്തിലേക്ക് ഒതുക്കി ദിവസങ്ങൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ആവേശം നിലമ്പൂരിലാകെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്.